ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ ജന സർവീസ് വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. പിന്നെ ഹാൻഡിൽ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ, രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ലെഫ്റ്റ് മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ബോഡി കവറിൻ്റെ അടിയിൽ പിന്നെ ഫൈബറിൻ്റെ പാർട്സ് മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ്, അതേപോലെ തന്നെ ഫ്ലോർ മാറ്റൊക്കെ പിടിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട്. നല്ല രീതിയിൽ വണ്ടി സൈഡ് വീല് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല. കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. തന്നെയല്ല നമുക്ക് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇത് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ് നമ്മൾ ബാക്ക് വീല് കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണമെന്നില്ല, പക്ഷേ ഒരു കംപ്ലയിൻസിൻ്റെ ആരംഭമാണ്, സ്റ്റാർട്ടിങ് ആണ് അത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ തൽക്കാലം ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഇത് കംപ്ലയിൻസ് കൂടുതൽ വരുന്ന സമയത്ത്, അതായത് പ്ലേ കൂടുതൽ വരുന്ന സമയത്ത് ഈ സൈഡിൽ ഓയിൽ ലീക്കായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് അഴിച്ച് നമുക്ക് മാറ്റിയാലും മതി. അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്കത് അഴിച്ചിട്ട് മാറ്റി റീസെറ്റ് ആക്കാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റേണ്ട സിറ്റുവേഷനിലേക്ക് എത്തും കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയർ ഇനിയിപ്പോൾ നിസ്സാരം കൂടിയൊക്കെ ഓടിക്കാനുള്ളൂ. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ഗിയർ ഓയിൽ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓയിൽ നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ, എയർ ഫിൽറ്റർ നമ്മൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. തൽക്കാലം എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക. പിന്നീട് മാറ്റണ സമയത്ത് ഇതൊക്കെ ഒറിജിനലാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അതിനകത്ത് ഈ ക്ലച്ച് ഷൂ വന്നിട്ട് നമുക്കിതുമേ ഈ ഭാഗമൊക്കെ വെട്ടി അഴിച്ചേക്കടൊക്കെയായിട്ട് കാണുന്നുണ്ട്, ഇത് നട്ടിൻ്റെ ഭാഗം കേട്ടോ. തൽക്കാലം അത് കയറിയേക്കുന്നത് കറക്റ്റല്ല, ത്രെഡ് വെട്ടിയിട്ടൊക്കെ കയറിയേക്കണേ. അപ്പോൾ നമ്മളിത് കൂടുതൽ ബലം പിടിച്ച് അഴിക്കാതെ നമുക്ക് വേറെ ത്രെഡ് വെട്ടി കയറിയതുകൊണ്ട് അതിൻ്റെ നട്ട് ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗം കറക്റ്റായിട്ടല്ല കയറിയേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ച് ചിലപ്പോൾ ഉള്ള ആ വീലിൻ്റെ ത്രെഡ് പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. വലിയ താമസിച്ചായിട്ട് നമുക്കൊരു പണിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് തൽക്കാലം നമ്മളിപ്പോൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം. നിൽക്കുന്ന കാലത്തോളം അങ്ങനെ പോട്ടെ. കാരണം ഇതിപ്പോൾ നമ്മൾ അഴിക്കുകയോ ടൈറ്റ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള ത്രെഡ് പോകും. പിന്നെ നമ്മളതഴിച്ച് മാറ്റേണ്ടി വരും. മാറ്റാമെന്ന് പറഞ്ഞാൽ ഈ വീലാണ് നമുക്ക് മാറ്റേണ്ടി വരും. അതിൻ്റെയാണ് ആ ലെങ്ത്ത് ത്രെഡ് തന്നെ. അത് കറക്റ്റ് ടൂൾസ് ഉപയോഗിക്കാണ്ട് ടൈറ്റ് ചെയ്തിട്ട് വന്നേണ്ട കേസാണ്. അതിപ്പോൾ വെട്ടിരുമ്പൊക്കെ വെച്ചിട്ട് വെട്ടിയാണ് ടൈറ്റ് ചെയ്തേക്കണേ. ആ നട്ട് കയറിയേക്കണത് പോലും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ലൂസൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ കംപ്ലയിൻസ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ത്രെഡ് വെട്ടി കയറിയേക്കണോണ്ട് എപ്പോൾ വേണമെങ്കിലും ത്രെഡ് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് എൻ്റെ ഉള്ളിലുണ്ട്, ശ്രദ്ധിച്ചോളാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ നോക്കി, ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം. പക്ഷേ അതും ഈ പറഞ്ഞ രീതിയുടെ കമ്പനിയൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ പ്രശ്നം ഇതൊക്കെ നമുക്ക് ക്വാളിറ്റി നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. കാരണം എത്രത്തോളം ഇതെപ്പോൾ പൊട്ടുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കണ്ടീഷനിൽ കിടന്ന് ഓടും. കമ്പനി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കണ്ണടച്ച് പറയാം, ഒരു 20,000-25,000 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് ഓടുമെന്ന് പറയാം. ഇതിൻ്റെ കണ്ടീഷനൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലത് കിടന്ന് ഓടും, കുഴപ്പമൊന്നുമില്ല, ഭാഗ്യം പോലെ ഇരിക്കും. ചിലത് പറഞ്ഞ ഇത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിച്ച് പൊട്ടിപ്പോകണ കാണാറുണ്ട് സാധാരണ രീതിയിൽ. പിന്നെ അതേപോലെ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല. സ്ലോ സ്പീഡിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. അത് നമുക്ക് തൽക്കാലം സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം. പരമാവധിയും കാർബറേറ്ററിൻ്റെ ഭാഗം കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം വെച്ചാൽ നമുക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് യൂസ് ചെയ്യുക. അത് ഉപയോഗിക്കുന്ന വണ്ടികൾ ഒട്ടുമിക്കതിനും കാർബറേറ്റർ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് വന്നാൽ പിന്നെ നമ്മൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ടൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കാർബറേറ്ററിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്ത് വിടാം. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമുക്കത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ്. തൽക്കാലം നമുക്ക് ട്യൂൺ ചെയ്ത് റെഡിയാക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ കിടക്കുന്നത് പുതിയതാണ്. ഗ്രീസ് ചെയ്യാൻ ഇതൊക്കെ നയിച്ച് ലിങ്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്ക് ബുഷ് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പക്ഷേ ഹാൻഡിൽ ബെയറിംഗ് ഉണ്ടല്ലോ, ഹാൻഡിലിൻ്റെ ബെയറിംഗ് നമ്മൾ അയച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നടപടിയില്ല. നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അത് ഗ്രീസ് ചെയ്ത് തന്നെ വേണം. കാരണം ഇത് അടിച്ചേക്കണത് പുതിയതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സീറ്റിങ് കറക്റ്റല്ല, അടിച്ചേക്കണതിൻ്റെ പൊസിഷൻ മാറി കയറിയേക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റ് സീറ്റിങ്ങിലല്ലാത്തതുകൊണ്ട് ഹാൻഡിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ടൈറ്റ് കാണിക്കും. അപ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്യാതെ മാർഗ്ഗമില്ല. പാർട്സ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഫുള്ളായിട്ട് അഴിച്ച് ഒന്നുകൂടി റീസെറ്റ് ആക്കി അടിച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസ് അടുത്ത ഇതിനകത്ത്, അതായത് ബാക്ക് ടയർ വലിയ താമസിച്ചാണ്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ടയർ നേരെ ബാക്കിലേക്ക് ഇടാം. ഒരു MRFൻ്റെയോ അപ്പോളോൻ്റെയോ അതേതെങ്കിലും ടയർ മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ഡിസൈൻ പാറ്റേണുള്ള ടയർ മേടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. എന്നാലാണ് നമുക്ക് ഓടിക്കാനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ.
ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കിയത്തെ ഇപ്പോൾ കോണിൻ്റെ കേസൊക്കെ റെഡി ആക്കിയാൽ പോലും നിങ്ങൾക്ക് വണ്ടി പാളുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. ഒന്നാമത് ബാക്കിലത്തെ ടയർ ആ മോഡലാണ് യൂസ് ചെയ്തേക്കണേ. ഫ്രണ്ടിലായാലും ഇത് ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡിലും അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. റൊട്ടേഷൻ ചെയ്തിട്ടാൽ മതി, അതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈറ്റിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 12.95 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററി ഇത് പെട്ടെന്ന് ലോഡ് എടുക്കുമല്ലോ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 9 വോൾട്ട് ഉണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചു. അപ്പോൾ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം പ്ലഗ് ഈ കണ്ടീഷൻ കാണും, അത് വലിയ താമസമില്ല, എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടേക്കാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് പോലത്തെ ഒരു ഫിൽറ്ററാണത്, അത് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ലെവല് ഒരല്പം കുറവുണ്ട്. അതേപോലെ തന്നെ കളർ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓയിൽ മാറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. ഓയിൽ മാറ്റി യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അതുപോലെ ഇപ്പോൾ ഓയിൽ മാറ്റാം, അതിന് ശേഷം നിങ്ങൾ കറക്റ്റ് കിലോമീറ്റർ നോട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് ഓരോ 3000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ് വരാം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഇനി അങ്ങോട്ട് ഇപ്പം മാറ്റിയതിന് ശേഷം ഇനി അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഈ കവറുകൾ ഉണ്ടോയെന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്കതും കൂടി കൂട്ടത്തിൽ കൂടെ സെറ്റ് ചെയ്തേക്കാം. രണ്ട് സൈഡും പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.